ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് എനർജി ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഡീപ്പായിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഒന്ന് നോക്കാം എന്താണ് ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആൻഡ് കറണ്ട് എനർജി ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, അവരുടെ എനർജി എന്താണ്? ഓക്കെ ഓക്കെ ചില കാര്യങ്ങളിൽ ഈ വ്യക്തിക്കൊരു ശക്തമായിട്ടുള്ള തീരുമാനം എടുക്കാൻ കഴിയാത്തൊരു അവസ്ഥ കാണുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ മറ്റ് ചില വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ്, അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്ന പോലെയൊക്കെ ഉണ്ട്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു ചീറ്റിംഗ് എനർജിയിൽ നിൽക്കുന്നത്. അതായത് നിങ്ങളറിയാതെ തന്നെ അവർ നിങ്ങളെ കബളിപ്പിച്ച് കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള അസൂയ കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ ഈ തരത്തിൽ നിങ്ങൾ പോലും അറിയാതെ സീക്രട്ടായിട്ട് തന്നെ നിങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് മാനസികമായിട്ട് തകർത്തുകൊണ്ടിരിക്കുന്നു, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് സിറ്റുവേഷൻസ് വേസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു ബാഡ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം. വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ആ വ്യക്തിക്ക് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാവുന്നുണ്ട്. അതിനെ നിങ്ങൾ മാക്സിമം ട്രസ്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളൊരു എനർജി കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. ഓൾറെഡി നിങ്ങളതിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. റൈറ്റ് ടൈമിൽ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് തന്നെ എടുക്കുക. മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാനായിട്ട് പരമാവധി ശ്രമിക്കാതിരിക്കുക. ഒരുപാട് പേര് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തെറ്റായ ഡയറക്ഷൻ പറഞ്ഞു തരുന്നുണ്ട്. അതൊന്നും ചൂസ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, റൈറ്റായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചൂസ് ചെയ്യുക എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ നേടിയിരിക്കുന്നുണ്ട്. ഒരുപാട് അവരുടെ ലൈഫിൽ ഒരുപാട് നേട്ടങ്ങൾ വരുന്നൊരു സമയമാണ്. പക്ഷേ ആ സമയത്തൊന്നും തന്നെ അവർക്ക് അതിൽ സാറ്റിസ്ഫൈഡ് ആകാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് അതോറിറ്റി എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പ് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. കാരണം അത്രയേറെ പ്രതിബന്ധങ്ങളാണ്. നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു വ്യൂവിൽ കാണുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത റിലേഷൻഷിപ്പായിട്ട് നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവാം. പക്ഷെ ശരിക്കും ഇതിനെ വളരെ കർക്കശ ഭാഗത്തോടു കൂടി നോക്കി കണ്ടാൽ മാത്രമേ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം അത്രമാത്രമാണ് ചില വ്യക്തികൾ സീക്രട്ടായിട്ട് നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സിറ്റുവേഷൻ, അതായത് അവർക്കിപ്പോൾ ഈ ഒരു ഏകാന്തതയാണ് അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഒറ്റപ്പെട്ടു പോയി, ലൈഫിൽ ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങളില്ലാതെ അവർക്ക് ശൂന്യത ഫീൽ ചെയ്യുന്നു. അവർക്ക് ആ ഒരു ഏകാന്തതയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവരുടെ സിറ്റുവേഷനായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു എനർജി കിട്ടുന്നത്. യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങളടുത്ത് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കുക. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കൂടുതലുമായിട്ട് ഡിമാൻഡിങ് ആയിട്ട് വരുന്നത്. അതുപോലെ നിങ്ങളുടെ പേഴ്സണ് ഭയങ്കരമായിട്ടുള്ള മാനസികമായിട്ടുള്ള ആ ഒരു സ്ട്രെങ്ത് അവർ നേടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. വളരെ ശക്തമായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് മാറും എന്നുള്ളതിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല. ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ചില സമയങ്ങളിൽ അവർക്ക് അവരുടെ മാനസികമായിട്ടുള്ള ആ ഒരു കൺട്രോൾ പോലെ നഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളില്ലാത്തതായിട്ട് വരുമ്പോഴത്തേക്ക്. അത്രത്തോളം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രതീക്ഷയുമുണ്ട്, റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകും. ശക്തമായിട്ട് തന്നെ നിങ്ങൾ അവരുടെ തിരിച്ചു വരും അവരുടെ ലൈഫിൽ. അവർക്ക് അത്രയും അതിൻ്റെ കാരണം അവരുടെ കറണ്ട് സിറ്റുവേഷൻ വീണ്ടും വരുന്നുണ്ട്. അവർക്ക് മാനസികമായിട്ട് അത്രയും അവർ സംഘർഷാവസ്ഥയിലാണ്. അവർ ഓരോരോ ചിന്തകളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ മനസ്സിനെ അങ്ങനെ ഒരു അശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ് അവരുടെ മനസ്സിലുണ്ടാവുന്നത്. അവർക്ക് എന്ത് ചെയ്താണിത് ഒന്ന് പരിഹരിക്കേണ്ടതെന്ന് പോലും അറിയില്ല. കാരണം അത്ര
അത്രത്തോളം പ്രശ്നങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലുണ്ട്. ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ കൂടിയായപ്പോൾ എല്ലാം ആ ഒരു കംപ്ലീറ്റ് ആയ പോലെ അവർക്ക് ഫീൽ ചെയ്യുകയാണ്. കാരണം ഇനി ഇതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്രത്തോളം അവർ മാനസികമായിട്ട് അവരുടെ ലൈഫ് ടൈമിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ അവർ ഒരുപാട് എക്സ്പീരിയൻസ് നെഗറ്റീവായിട്ട് അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ്. ഒരുപാട് ബാഡായിട്ടുള്ള കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരു ട്രോമയിലൂടെയൊക്കെ കടന്നു വന്ന വ്യക്തിയാണ്. സോ അവർക്ക് ഇപ്പോൾ ഇതും കൂടി ആയപ്പോഴത്തേക്കും താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട്, ഇപ്പോൾ അതും കൂടി ഇല്ലാണ്ടായി പോയി എന്നുള്ളതാണ് അവരുടെ ആ ഒരു തോട്ട് വരുന്നത്. ഇപ്പോൾ അവർ എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. എന്ത് ഡിസിഷൻ എടുക്കണം, എന്ത് ചൂസ് ചെയ്യണം, എന്തൊരു മൂമെൻ്റാണ് ഇതിൽ സംഭവിക്കുന്നത്, ഇങ്ങനെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ മാനസികമായിട്ടുള്ള ആ ഒരു കോൺഫ്ലിക്ട്സ് അവിടെ കാണിക്കുന്നത്. ആൻഡ് ഫൈനലി സഫറിങ് ഇൻ സൈലൻസ്. ഇപ്പോൾ സൈലൻ്റായിട്ട് സഫർ ചെയ്യുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരുപോലെ. അതായത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ അങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ മറ്റുള്ളവർ വേദനിപ്പിക്കുന്നു, നിങ്ങളുടെ പേഴ്സൺ വേദനിപ്പിക്കുന്നു, ഈ സെപ്പറേഷൻ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല, നിങ്ങളായിട്ട് തന്നെ ആക്ഷൻ എടുത്ത് സെപ്പറേഷനിൽ പോയതാണെങ്കിൽ കൂടിയും ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടാവുന്നുണ്ട്. മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ട് സന്തോഷമായിട്ടിരിക്കാൻ കഴിയും എന്നുള്ളത് ഒട്ടും തന്നെ നിങ്ങളുടെ കാര്യത്തിൽ യാഥാർത്ഥ്യമല്ല. നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അത്രത്തോളം നിങ്ങൾ മാനസികമായിട്ട് ഹേർട്ട് ആയതുകൊണ്ടാണ് നിങ്ങൾ ഒരു സെപ്പറേഷനിലേക്ക് പോയത്. സോ അത്രയും ഒരു സഫറിങ്സ് അവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആയിരുന്നാലും നിങ്ങൾക്കായിരുന്നാലും ഈ ഒരു വേദന ഓക്കെ സൈലൻ്റായിട്ട് തന്നെയാണ് ഇപ്പോൾ അത് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ വേദന നിങ്ങൾ അവരോട് പറയുന്നില്ല, അതുപോലെ തന്നെ അവരുടെ ആ ഒരു വേദന അവർ നിങ്ങളെയും അറിയിക്കുന്നു. രണ്ടുപേർക്കും ഏകദേശം ഒരേപോലുള്ള എനർജീസാണ്. അതാണ് രണ്ടുപേരുടെയും കാര്യങ്ങൾ പറയുന്നത്. സോ ഈ റിലേഷൻഷിപ്പിൽ എന്ത് തന്നെ ആയിരുന്നാലും ഒരു പ്രതീക്ഷ നമുക്ക് വയ്ക്കാം. ഈ പേഴ്സൺ കുറച്ചൊന്ന് ചേഞ്ച് ആവാനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, തേർഡ് പാർട്ടി എനർജീസാണ് ഇവിടെ ഹൈ ആയിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് അലർട്ടായിട്ടിരിക്കാം. നിങ്ങളോട് സാന്ത്വനപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കാം നിങ്ങളെ ചീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒന്ന് ശ്രദ്ധിച്ച് മാത്രം അവരുടെ കാര്യങ്ങൾ, അവരുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചോയ്സസ് ഒക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരുപാട് ചിന്തിക്കുക. ഓക്കെ, സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ, ചിന്തകൾ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇന്നത്തെ റീഡിങ്ങിയുടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി. അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.